നമസ്കാരം, വെട്ടന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തിരൂർ നഗരസഭ വാക്കുപാലിച്ചില്ലെന്നാരോപിച്ച് കോരങ്ങത്ത് EMS പാർക്ക് കരാറുകാരായ നിള ഹോളിഡേയ്സ് പൂട്ടാനൊരുങ്ങുന്നു. 1 വർഷം മുമ്പാണ് തിരൂർ കോരങ്ങത്ത് തിരൂർ നഗരസഭയുടെ EMS കമ്മ്യൂണിറ്റി പാർക്ക് നവീകരിച്ച് തുറന്നു കൊടുത്തത്. കരാർ പ്രകാരം തിരൂർ നഗരസഭ പറഞ്ഞ സഹായങ്ങൾ നൽകാതിരുന്നത് മൂലമാണ് നടത്തിപ്പ് അവസാനിപ്പിക്കുന്നതെന്ന് കരാറുകാരൻ പറഞ്ഞു. 1 വർഷം മുമ്പ് 2.5 കോടി രൂപ ചിലവഴിച്ച് നവീകരിച്ച പാർക്കാണ് നിള ഹോളിഡേയ്സ് പൂട്ടാൻ ഒരുങ്ങുന്നത്. നിള ഹോളിഡേയ്സ് പ്രൈവറ്റ് കമ്പനി നഗരസഭയുമായി 2022 സെപ്റ്റംബറിലാണ് കരാർ ഒപ്പിട്ടതെങ്കിലും 2023 ഫെബ്രുവരി മുതലാണ് കരാർ പ്രാബല്യത്തിൽ വന്നത്. പാർക്കിലെ ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, ടോയ്ലറ്റ്, വാഷ്റൂം എന്നിവിടങ്ങളിലേക്ക് കരാർ പ്രകാരം പറഞ്ഞ വെള്ളം എത്തിച്ചു നൽകിയിട്ടില്ലെന്ന് മാനേജിംഗ് ഡയറക്ടർ VP ഷറഫുദ്ദീൻ വെട്ടം ന്യൂസിനോട് പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ മുനിസിപ്പാലിറ്റിയുമായി സംസാരിച്ചിരുന്നു. ഏതൊരു സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് വെള്ളമാണ്. ഇത്തരം സംരംഭങ്ങൾക്ക് വെള്ളം വളരെ അധികം ആവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്. പാർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി. ഈ 1 വർഷം സ്റ്റാർട്ടിങ് മുതലേ ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ എഴുത്തുകുത്തുകളും അതുപോലെ തന്നെ നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇന്നേ വരെ, ഈ ദിവസം വരെ ഞങ്ങൾക്ക് അതിനൊരു തീരുമാനം മുനിസിപ്പാലിറ്റിയിൽ നിന്നും വന്നിട്ടില്ല. കൂടാതെ പാർക്കിംഗ് ഏരിയ ഞങ്ങൾക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുമില്ല. ആ പാർക്കിംഗ് ഏരിയ മാർക്ക് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടുത്തെ ബ്യൂട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ളൊരു സൗകര്യം പോലും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പാർക്ക് പൂട്ടേണ്ടി വരും എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയിൽ നിന്നും വെള്ളം ലഭ്യമാക്കാനുള്ള അനുമതി പത്രം, ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് നേടിയെടുക്കാനുള്ള അനുമതി പത്രം ഉൾപ്പെടെയുള്ളവയ്ക്ക് നഗരസഭ സഹായം ചെയ്തു കൊടുത്തില്ലെന്നും തിരൂർ നഗരസഭാ സെക്രട്ടറിക്ക് നിള ഹോളിഡേയ്സ് മാനേജിംഗ് ഡയറക്ടർ VP ഷറഫുദ്ദീൻ നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു പുറമെ പാർക്കിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ കൃത്യമായി നിർവചിച്ച് നൽകിയിട്ടുമില്ല. 2.5 കോടി രൂപ ചിലവഴിച്ച് നവീകരിച്ചതിനു പുറമെ കരാറിൽ കാണിച്ച പരിരക്ഷയ്ക്കുള്ള 25,000 രൂപയും ലൈസൻസ് ഫീ ഇനത്തിൽ 2 ഗഡുകൾ 1,84,000 രൂപയും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുകൂടാതെ ലൈസൻസ് ഫീയായി 1,09,200 രൂപയും പാർക്കിംഗ് ഫീയായി 28,600 രൂപയും ചേർത്ത് പിഴ പലിശയടക്കം 1,37,800 രൂപ അടയ്ക്കാൻ ബാക്കിയുണ്ടെന്ന് കാണിച്ച് കരാറുകാരന് നഗരസഭ ദിവസങ്ങൾക്ക് മുമ്പ് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഈ തുക അടയ്ക്കാനാകില്ലെന്നാണ് കഴിഞ്ഞ ദിവസം കമ്പനി നൽകിയ മറുപടിയിൽ പറയുന്നത്. കൂടാതെ നഷ്ടം സഹിച്ച് മുന്നോട്ടു പോകാനാകില്ലെന്നും പാർക്കിന്റെ നടത്തിപ്പ് അവസാനിപ്പിക്കേണ്ട സ്ഥിതിയാണെന്നുമാണ് കരാറുകാരൻ നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ മറുപടി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. വെട്ടം ന്യൂസ്, തിരൂർ.